ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പീക്ക് ഡിസ്ട്രിക്റ്റിലാണ്. നമ്മൾ ഇന്ന് പീക്ക് ഡിസ്ട്രിക്റ്റിലെ ചില കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. ഈ പീക്ക് ഡിസ്ട്രിക്റ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലവും ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ പോകുന്ന വഴികൾ, അതിനിടയ്ക്ക് വരുന്ന ചെറിയ ചെറിയ ടൗണുകൾ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ കുറച്ച് വീഡിയോസ് ഈ റോഡിൻ്റെ ഇട്ടിരിക്കുന്നത്. പോകുന്ന ഏത് സൈഡും നിറയെ മരങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു റോഡ് ട്രിപ്പായിരുന്നു അത്. പീക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഒരു പിക്ചർ അല്ലെങ്കിൽ ആദ്യം വരുന്നൊരു രൂപം എന്ന് പറയുന്നത് വിന്നറ്റ് പാസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ യാത്ര നേരെ പോകുന്നത് വിന്നറ്റ് പാസ് കാണാൻ വേണ്ടിയിട്ടാണ്. വിന്നറ്റ് പാസ് എത്തുന്നതിന് മുമ്പ് നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തു കേട്ടോ. ഈ ടൗണിലാണ് നമ്മൾ ബ്രേക്ക് എടുത്തത്. ഒരു കോഫി കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. നമ്മളെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഫി ഷോപ്പിൽ കയറി എന്നിട്ട് ഓരോ കോഫിയൊക്കെ കുടിച്ച് നമ്മളൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്തത്. ഒരു ചെറിയ ഷോപ്പിംഗ് മാൾ പോലത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത്. അതിന് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ കോഫി കഴിക്കാൻ കയറിയത്. അതിൻ്റെ താഴെ കുറേ ബ്രാൻഡഡ് സാധനങ്ങളുടെയൊക്കെ ഉള്ള ജാക്കറ്റ്, അതുപോലെ തന്നെ ഹൈക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ബ്രാൻഡഡ് ഷോറൂം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയും നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പാകത്തിനുള്ള ഷോപ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ആ ചെറിയ ഇൻ്റർവെൽ എടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ യാത്ര വിന്നറ്റ് പാസ് ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്ത് തുടങ്ങി. വീണ്ടും അതുപോലത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ കടന്ന് നമ്മൾ വിന്നറ്റ് പാസിൻ്റെ അവിടേക്ക് എത്തി. വലിയ മലനിരകളുടെ ഇടയിലുള്ള ചെറിയൊരു റോഡാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ഭാരം വഹിക്കുന്ന വണ്ടികളൊന്നും ഇതിലൂടെ പോകാൻ പറ്റത്തില്ല. ഇതാണ് വിന്നറ്റ് പാസ്. വലിയ 2 മലകൾ, ആ മലകളുടെ ഇടയിലുള്ള ചെറിയ വഴി കാണാൻ ഭയങ്കര മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ വിന്നറ്റ് പാസ് എന്ന് പറയുന്നത്. 320 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇത് കടലായിരുന്നു. അതുകൊണ്ട് ഈ മലകളെല്ലാം ലൈം സ്റ്റോൺ ആണ് കേട്ടോ ഉള്ളത്. പിന്നെ ചെറിയ ചെറിയ പച്ച പുല്ലുകളുള്ളത് കൊണ്ട് നമുക്കത് ലൈം സ്റ്റോൺ കാണാൻ പറ്റാത്തതാണ്. ഇപ്പോഴും ഇവിടെ കടൽ ജീവികളുടെ അവശേഷങ്ങളൊക്കെ കിട്ടാറുണ്ട് ഓരോരോ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത്. ഇംഗ്ലണ്ടിൻ്റെ പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഡർബിഷെയറിൽ കാസ്റ്റിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ വിന്നറ്റ് പാസ് ഉള്ളത്. വർഷത്തിലെല്ലാ ദിവസവും തുറക്കപ്പെടുന്ന ഒരു പാസ്സാണിത്. പക്ഷേ എന്നാലും കൂടുതലും യാത്രയ്ക്ക് അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ജാനുവരി മുതൽ ഒക്ടോബർ വരെ ഉള്ള സമയമായിരിക്കും ഏറ്റവും നന്നായിട്ട് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഈ പാസ് മേലോട്ട് കയറി അതിൻ്റെ ടോപ്പിൽ വന്നതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല രസമുണ്ട് ഇതിൽ കാണാൻ വേണ്ടിയിട്ട്. കുറേ പേരുണ്ട് ഇവിടെ ഈ പർവ്വതങ്ങളിലൊക്കെ കയറാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാർ. കുറേ സൈക്കിൾ ഓടി വരുന്ന ആൾക്കാരുണ്ട്, 2 വീലേഴ്സുണ്ട്. എല്ലാവരും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ അവർക്കിടേതായ രീതിയിലുള്ള യാത്രകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ശക്തമായ കാറ്റ്, കൊടുങ്കാറ്റ് പോലത്തെ കാറ്റുകൾ ഉണ്ടാകുന്നതും ഈ വിന്നറ്റ് പാസിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. 1958 അലൻ ക്ലാര എന്ന് പറഞ്ഞ 2 പേര് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അവർ ഈ പാസിലൂടെ പോയ സമയത്ത് ഇവിടെ മൈനിങ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവരെ കൊള്ളയടിക്കുകയും കൊല ചെയ്യുകയും ഉണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ ബോഡി കിട്ടിയത് 10 വർഷങ്ങൾക്ക് ശേഷം അങ്ങോട്ടാണ് ഇവിടുന്ന് കിട്ടിയത്. അപ്പോൾ അവരുടെ ആത്മാക്കൾ ഇവിടെ ഉണ്ടെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്രേ. അപ്പോൾ അങ്ങനത്തെ ഒരു നാടോടിക്കഥ ഇങ്ങോട്ട് ഈ പാസിനെ പറ്റിയുണ്ട്. കാണാൻ മനോഹരവും അത്ഭുതമൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു പാസ്സാണ് കേട്ടോ വിന്നറ്റ് പാസ്. നമ്മളങ്ങനെ ആ പാസിലൂടെ ഡ്രൈവ് ചെയ്ത് അതിൻ്റെ താഴത്ത് എത്തി. അവിടെ പാർക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് അവിടെ നോക്കുമ്പോൾ കാണാം ആളുകൾ മലയുടെ മുകളിലൂടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ വന്നിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു അട്രാക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ നിൽക്കുന്ന പാർക്കിംഗ് ഏരിയയുടെ ഓപ്പോസിറ്റ് സ്പീഡ്വെൽ കവേൺ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാറയുടെ അടിയിലുള്ള ഒരു ടണലാണ്. ആ ടണലിൽ പണ്ട് മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്പീഡ്വെൽ കവേണിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അതിൻ്റെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. അത് ശരിക്കും ഒരു അത്ഭുതകരമായ കാഴ്ച കേട്ടോ. നമുക്ക് അവിടെ ഒരു ചെറിയ പ്രൈസൊക്കെ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 110 ആണെന്ന് എനിക്ക് തോന്നുന്നു, 110 സ്റ്റെപ്പ് ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങിയിട്ട്, അതൊരു കിണർ പോലത്തെ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു ടണലിൻ്റെ ഉള്ളിലേക്കൂടെ യാത്ര ചെയ്യുകയാണ്. നമുക്കത് കാണാം. നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങാൻ തുടങ്ങുകയാണ്. അത് തന്നെ ഒരു ടണൽ പോലെയാണ്. അതിൽ നമ്മുടെ തലയൊക്കെ എൻ്റെ മേലെ മുട്ടും, സൂക്ഷിച്ച് നടക്കേണ്ടതായിട്ട് വരും. അതിനുള്ളിൽ ചെറുതായിട്ടൊരു ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ സ്റ്റെപ്പുകൾ. അപ്പോൾ ഇതുവഴി നമുക്കിങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോകണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ എത്തിക്കഴിയുമ്പോൾ അവിടെയാണ് ആ ടണലുള്ളത്. അത് ഒരു നാച്ചുറൽ ലേക്ക് പോലെയാണ്. അതിൽ ഒരു ബോട്ടിന് മാത്രം കടന്നു പോകാനുള്ള ഒരു ടണലാണത്. ആ ബോട്ടിലൂടെ വേണം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്.
ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു എക്സ്പീരിയൻസ് ആട്ടോ. നല്ല അടിപൊളിയാണ് ഈ സംഭവം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ബോട്ട് കിടക്കണം കാണാൻ പറ്റും. കണ്ടോ, ആ ബോട്ടിന് മാത്രം കിടക്കാനുള്ള വീതിയെ ആ തടാകത്തിനുള്ളൂ. അതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഒരു 16-20 പേർക്കൊക്കെ ആയിരിക്കും ആ ബോട്ടിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും പേര് കയറിയിട്ടാണ് നമ്മൾ അതിലൂടെ സഞ്ചരിക്കുന്നത്. ഒരു ഗൈഡ് ഉണ്ടാവും, പുള്ളിനെയാണ് ആ ബോട്ട് നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. നമുക്കിതിൽ സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അവർ നമ്മളുടെ സേഫ്റ്റിയൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ അത്രയ്ക്ക് ക്ലിയർ ആയിരിക്കത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. ഈ ട്രിപ്പിലുള്ള എല്ലാവരും ഓരോരുത്തരായിട്ട് അതിൽ കയറി സീറ്റിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളും ഫ്രണ്ടിലൊക്കെ തന്നെയായിട്ട് പോയിട്ട് ഇരുന്നു. ഈ ടണലിനകം മുഴുവൻ നല്ല ഇരുട്ടാണ്. നമ്മുടെ ഗൈഡ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. Right guys, so what you're traveling down is Armenian 18th century lead mine. It opened in 1771 and closed in 1791. Now 20 years for a mine isn't a long time. And that's because there's a financial disaster. So the boss paid £14,000 and got only 3,000 back. So in today's money, that is a loss of £3.5 million. Now, what we're going to is where the first vein of lead was found. And it's called Little Windsor Vein. Now it was named after the 12-year-old boy who mined it. So you had to pick out. മോട്ടർ വെച്ചിട്ടാണ് ഈ ബോട്ട് ഓടുന്നതെങ്കിലും ഈ നമ്മുടെ ഗൈഡ് പാറയിൽ ഇങ്ങനെ തട്ടുമ്പോൾ അതിങ്ങനെ തള്ളിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നമ്മുടെ തലയൊക്കെ ചെന്നിട്ട് ആ പാറയിൽ മുട്ടും. അപ്പോൾ കെയർഫുള്ളായിട്ട് വേണം അതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഇരുട്ടാണ്. അതിനിടയ്ക്ക് നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു പാസ് പോലൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഒരു വള്ളം കൂടി, ഒരു ബോട്ടും കൂടി നിർത്താനുള്ള സ്ഥലമുണ്ട്. ഇതാണ് ആ സ്ഥലം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആദ്യം അങ്ങോട്ട് പോയ ടീമായിരിക്കും. അപ്പോൾ അവരവിടെയാണ് നിൽക്കുന്നത്. അങ്ങനെ പോണ വഴിക്ക് ആകെ ആ ടണലിൽ ഇച്ചിരി വീതിയുള്ള സ്ഥലം പറയുന്നത് അവിടെ മാത്രമാണ്. Here it is. So they built this out to hide away from the explosion that went off. So all the rock that would fly out. So they had to fit 2 big crates and 9 people in there all at once. 9? Yeah. ഇപ്പോൾ നമുക്ക് കുറച്ച് ദൂരെയായിട്ട് നല്ല വെളിച്ചം കാണാൻ പറ്റും. അതാണ് ഈ ടണലിൻ്റെ അടുത്ത് എൻഡ് വരുന്നത്. നമുക്കവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ഇപ്പുറത്തെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ആ ഗൈഡ് അല്ലെങ്കിൽ ആ ബോട്ട് ഡ്രൈവർ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മളും സാവകാശത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയുള്ള കാഴ്ചകൾ അതിലേക്ക് പോവുകയാണ്. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നത് ഒരു ചെറിയ മുറിയുടെ അത്ര സ്പേസുള്ള ഒരു 10-20 പേർക്ക് നിൽക്കാനുള്ള സ്പേസുള്ള ഒരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. അതൊരു വേറൊരു കേവാണ്. അത് നല്ല രസമുണ്ട് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് മഞ്ഞുമൽ ബോയ്സിൻ്റെയൊക്കെ അതിൽ കാണിക്കുന്ന പോലത്തെ ഒരു കേവ്, ഗുണ കേവ് പോലെ അതേപോലത്തെ പൊക്കത്തിലേക്കുള്ളൊരു കേവാണ്. അതുകൂടാണ്ട് അതിൻ്റെ 2 സൈഡിലേക്കും വേറെ ചെറിയ കേവുകൾ കൂടെയുണ്ട്. നല്ല രസമാണ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ ടണലിനകത്തും കേവിനകത്തൊക്കെ -10 വരെ തണുപ്പാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പറ്റി നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വേണം അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ബോട്ടിൽ നിന്ന് ഇറങ്ങിയ എല്ലാവരും അതിനകത്ത് നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടില്ലായിരുന്നു പാർട്ട്. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. വന്ന അതേ വഴിയിൽ അതേപോലെ തന്നെ ബോട്ടിൽ കയറിയിട്ട് തിരിച്ചു പോവുകയാണ്. നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവമായിരുന്നു കേട്ടോ ഇതിൽ യാത്ര ചെയ്യാനായിട്ട്. നല്ല രസമുണ്ട്.
ഇവിടെ യു കെയിലുള്ളവർക്ക് മസ്റ്റായിട്ട് കാണുന്ന ഒരു സ്ഥലമാണിത്. സാവധാനം നമ്മുടെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന ടണലിലൂടെ തന്നെ ആ ചെറിയ ബോട്ടിൽ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടണൽ, നമ്മുടെ ആ കേവ് ഇങ്ങനെ നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് സമ്മാനിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ആ സെയിം സ്പോട്ടിൽ തന്നെ എത്തി. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ എത്തി. ഇനി തിരിച്ച് നമ്മൾ നേരത്തെ ഇറങ്ങിയ അതേ സ്റ്റെപ്പുകൾ തിരിച്ച് കയറി മുകളിൽ തിരിച്ചെത്തണം. ഈ സ്റ്റെപ്പിലാട്ടോ നമ്മൾ കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ സ്പീഡ് വൺ കവേർഡിനോട് നമ്മൾ യാത്ര പറയണം. ബൈ. സ്പീഡ് വെൽക്കമിൻ്റെ ഒരു കാഴ്ചകളെ കണ്ടതിന് ശേഷം നമ്മളിനി അടുത്തത് ഒരു മൗണ്ടെയിൻ കാണാൻ പോകാം കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെ പീക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ മറ്റൊരു മൗണ്ടെയിൻ കാണാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് എവിടെയെങ്കിലും നിർത്തി നമുക്കത് കഴിക്കണം. അതിനുശേഷം നമ്മളൊരു അടിപൊളി മൗണ്ടെയിനും കൂടി കാണാൻ പോകുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ പാട്ടില്ല, പക്ഷെ ഇപ്പം അങ്ങനെ ഉണ്ടാക്കി. ചിക്കൻ ചെറുതായിട്ടേ നല്ല ടേസ്റ്റ് ആയിട്ട്. പപ്പടോ പപ്പടോ പപ്പടമില്ല. ഓ പോയില്ലേ, പപ്പടം പോയില്ലേ. താനെന്നുള്ളൂ 2 പ്ലേറ്റിലാണ് കഴിക്കുന്നത്. ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മളിനി ഞാൻ നേരത്തെ പറഞ്ഞ ആ മല കാണാൻ പോവാണ്. നിറയെ പാറകളൊക്കെ ഉള്ള, മേളിൽ കണ്ട് നല്ല വ്യൂ ഉള്ള ആ മൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നല്ല അടിപൊളി വഴിയാണ്. അതിലൂടെ ഓടിച്ച് നമുക്ക് ഇതിൻ്റെ ടോപ്പ് വരെ കാർ ഓടിച്ച് തന്നെ വരാൻ പറ്റും. അങ്ങനെ നമ്മളതിൻ്റെ ടോപ്പിലെത്തി. നല്ല അടിപൊളി കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. പക്ഷേ അതിൻ്റെ മുകളിലുള്ള വ്യൂ അതൊരു അടിപൊളി സംഭവമാണ്. നമ്മളിനി അതിൻ്റെ ടോപ്പിലേക്ക് അതിൻ്റെ കുറേ പാറകളുള്ള വശമുണ്ട്, അങ്ങോട്ടേക്ക് നടക്കുവാണ്. Flicker on this endless trail. Each corner whispers a hero or fail. Smooth flow cutting through the urban scale, where truths are spoken and tales unveiled. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Like a heartbeat fight. These gritty vibes keep my story in sight.
നല്ല കാറ്റും അതുപോലെ തണുപ്പും. നമ്മൾ കുറേ നേരം നിന്നിട്ട് ഇവിടുന്ന് കാഴ്ചകളെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി നമുക്ക് വേറൊരു നാഷണൽ പാർക്ക് കൂടി കാണാനുണ്ട്. ഇനി അങ്ങോട്ടേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. Story in sight. Street lights flicker on this endless trail. Each corner whispers a hero fail. Smooth flow cutting through the urban scale where truths are spoken. നമ്മളങ്ങനെ ഡൗഡെയിലെത്തി. ഇത് നാഷണൽ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു പാർക്കാണ്. ഇത് ഡൗ നദിയാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 2 തീരത്തിലൂടെ നമുക്ക് നടക്കാനുള്ള ഒരു വഴിയുണ്ട്. ആളുകളെല്ലാവരും ഭയങ്കര ചില്ല് ചെയ്യുന്നുണ്ട് അവിടെ. അല്ലെ, വെള്ളത്തിലിറങ്ങുന്നുണ്ട്, അതിൻ്റെ കരയ്ക്കിരുന്ന് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ തീരത്തിലൂടെ നടന്ന് അതിൻ്റെ ടോപ്പിൽ പോയിട്ട് കുറച്ച് നേരമൊക്കെ നമ്മളവിടെ ഇരുന്ന് റിലാക്സൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തു. ഇല്ല, കുഴപ്പമില്ല, പക്ഷെ വയറുണ്ട്. സയൻസ് അറിയാത്ത സ്ഥിതിക്ക് ഞങ്ങൾ കയറുണ്ടല്ലോ. ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ ഈ ഡൗൺ നദിയോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.